നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങൾ കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും പ്രവാസികൾക്ക് അല്പം ആശ്വാസം പകരുന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. സൗദിയിൽ ആഴ്ചയിൽ 2 ദിവസം അവധി നടപ്പാക്കുന്ന കാര്യത്തിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാനുള്ള സമയപരിധി അവസാനിച്ചു കഴിഞ്ഞു. ആയതിനാൽ തന്നെ 8 മണിക്കൂറിൽ കൂടുതൽ ജോലിയെടുപ്പിക്കുന്നതും അവധി ദിനം ജോലിയെടുപ്പിക്കുന്നതും ഓവർടൈമായി ഇതിലൂടെ കണക്കാക്കുന്നതായിരിക്കും. മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ അന്തിമ അംഗീകാരം വരുന്നതോടെ നിയമം പ്രാബല്യത്തിലാകും. മാർച്ചിൽ വരാനിരിക്കുന്ന തൊഴിൽ നിയമ ഭേദഗതികൾ കണക്കാക്കിയാണ് പുതിയ നിയമം സൗദി അറേബ്യ കൊണ്ടുവരുന്നത്. അങ്ങനെ സ്വകാര്യ മേഖലയിലും ആഴ്ചയിൽ 2 ദിവസം അവധി എന്ന നിർദ്ദേശം മന്ത്രാലയം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് സ്വകാര്യ മേഖലയുടെ അഭിപ്രായം അറിയിക്കാനുള്ള സമയം ഇന്ന് അവസാനിച്ചു. നിലവിൽ ആഴ്ചയിൽ 48 മണിക്കൂറാണ് തൊഴിലെടുക്കേണ്ട സമയം എന്നത്. ഇത് 40 മണിക്കൂറായും കുറയ്ക്കാൻ നീക്കമുണ്ട്. ആയതിനാൽ തന്നെ ഉത്തരവ് പ്രാബല്യത്തിലായാൽ ഈ സമയത്തിനപ്പുറം ചെയ്യുന്ന ജോലിക്ക് അധിക ശമ്പളം നൽകേണ്ടി വരും. റമലാനിൽ 36 മണിക്കൂർ എന്നത് 30 മണിക്കൂറായും കുറയ്ക്കുന്നതായിരിക്കും. അതേസമയം അന്തിമ അംഗീകാരമായാൽ സ്വകാര്യ മേഖലയിൽ 70 ലക്ഷത്തോളം വരുന്ന വിദേശ തൊഴിലാളികൾക്കും ഇതിന്റെ ആനുകൂല്യം നൽകേണ്ടി വരും. ചുരുക്കത്തിൽ 5 ദിവസമായി ജോലി സമയം മാറുകയും ചെയ്യും. 6ാം ദിവസം ജോലി ചെയ്യിപ്പിച്ചാൽ അത് ഓവർടൈം ഗണത്തിലാണ് പെടുത്തുന്നത്. പഞ്ചിംഗ് സംവിധാനങ്ങളുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളിയുടെ ജോലി സമയ രേഖകൾ പോലും തൊഴിൽ കേസുകൾ നിർണായകമാകും. പ്രസവാവധി ശമ്പളത്തോടെ ഉള്ളത് 10 നിന്നും 14 ആഴ്ചയായും പുതിയ നീക്കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ പ്രവാസികൾക്കേറെ ആനുകൂല്യം നൽകുന്ന ഉത്തരവാണ് സൗദി പുറത്തിറക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.